നിപ്പ ബാധിച്ച് മരിച്ച കുട്ടിയുമായി തിരുവനന്തപുരം പാലക്കാട് സ്വദേശികൾക്കും സമ്പർക്കമുണ്ട്. ആരോഗ്യവകുപ്പ് വിശദമായ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. സമ്പർക്ക പട്ടികയിലുള്ള 6 പേർക്കാണ് പനിയുള്ളത്. നിപ്പ ബാധിച്ച കുട്ടിയെ ചികിത്സിച്ച നഴ്സ് ഉൾപ്പെടെ 2 പാലക്കാട് ജില്ലക്കാർ നിരീക്ഷണത്തിലാണ്. കുട്ടി ചികിത്സയ്ക്കെത്തിയ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ അതേസമയം ചികിത്സയ്ക്ക് വന്ന തിരുവനന്തപുരം സ്വദേശിക്ക് കടുത്ത പനി തുടരുകയാണ്. ഇദ്ദേഹത്തിനൊപ്പം ആശുപത്രിയിലുണ്ടായിരുന്ന മറ്റൊരാൾക്കും ഇവരോടൊപ്പം സഞ്ചരിച്ച മറ്റ് 2 പേരും ഉൾപ്പെടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്നു. മലപ്പുറം ജില്ല കൂടാതെ തിരുവനന്തപുരം ജില്ലയിലും പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിലുള്ളവർ ഉൾപ്പെട്ടിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 4 പേരും, അതിൽ 2 പേർ പ്രൈമറി കോണ്ടാക്റ്റ് ആണ്, 2 പേർ സെക്കൻഡറി കോണ്ടാക്റ്റും. 350 പേരാണ് സമ്പർക്ക പട്ടികയിൽ നിലവിലുള്ളത്. 6 പേർക്ക് പനിയുണ്ട്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും 21 ദിവസം നിരീക്ഷണത്തിൽ കഴിയണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. പാണ്ടിക്കാട്, ആനക്കായം പഞ്ചായത്തുകളിലെ നിയന്ത്രണം തുടരും. 243 ടീമുകളായി 2 പഞ്ചായത്തുകളിലെ വീടുകളും കയറി സർവേ തുടരുകയാണ്. പനിയുള്ളവരെ പ്രത്യേകം നിരീക്ഷിക്കും. പാണ്ടിക്കാടിന് സമീപത്തെ പഞ്ചായത്തായി തുവ്വൂരിൽ 35കാരൻ പനി ബാധിച്ച് മരിച്ച സംഭവം ആരോഗ്യവകുപ്പ് പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു. മരിച്ച കുട്ടി സഞ്ചരിച്ച സ്ഥലങ്ങളും സമയവും ഉൾപ്പെടുത്തി പുതിയ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. CCTV പരിശോധിച്ച് കൂടുതൽ പേരെ നിരീക്ഷണത്തിലാക്കും. മീഡിയ 1 മലപ്പുറം.